ഇന്ന് അമ്പലത്തിലൊരു ഭജന ക്ലാസ് തുടങ്ങി. അപ്പം അതിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ ആഹാരം കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞിരുന്ന കാരണം നമുക്കിന്നൊന്ന് പൊതിച്ചോറുണ്ടാക്കാം. കുഞ്ഞുനാളിലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോയതല്ലേ, അപ്പം ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അത് ഇല വെട്ടി ഇലയൊന്ന് വാട്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ചോറ്, ഇന്നും പൊതിച്ചോറെന്ന് പറയുമ്പം നൊസ്റ്റാൾജിയാണല്ലോ മലയാളികൾക്ക്. അപ്പം കുറച്ച് മതിയല്ലോ. ഉച്ചയ്ക്ക് ഭജന ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ തോരൻ, കപ്പയ്ക്ക തോരനാണ്. അപ്പോൾ ഇവിടെ കപ്പയ്ക്ക എന്ന് പറയുന്നതിന് ചിലർ പപ്പരയ്ക്ക എന്ന് പറയും, ചിലർ കപ്പളങ്ങ എന്ന് പറയും. എന്തുവാണോ ഇല്ല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ തോരൻ, പിന്നെ തേങ്ങ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിഴുപുളി, ഉപ്പ്, ഇതെല്ലാം കൂടെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നത്. ചമ്മന്തി, അതിനുശേഷം പയർ ഇച്ചിരി ചാറോടുകൂടി വെച്ചു. കാരണം നമ്മളിനി വേറെ ഒന്നും ഇതിനകത്ത് ഇല്ലല്ലോ. പിന്നെ സാമ്പാറും അതുപോലെ തന്നെ മീൻ പൊരിച്ചതുമൊക്കെ ഉണ്ട്. അപ്പം മീനൊന്നും അമ്പലത്തിലേക്ക് കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ പൊതിച്ചോറ് റെഡി. അതിനോടുകൂടി തന്നെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് അന്ന് ഉദ്ഘാടനം നടത്തുകയാണ്, ഭജൻ ക്ലാസ് തുടങ്ങാനായിട്ട്. ഇത് നമ്മുടെ അമ്പലത്തിലെ പൂജാരിയാണ്. പിന്നെ പങ്കെടുക്കാനുള്ള പെണ്ണുങ്ങളാണ് അവിടെയൊക്കെ നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും വളരെ ഭക്തിയോടുകൂടി ഭജൻ പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഏത് പ്രായത്തിലും എന്തും പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. അങ്ങനെ ഞങ്ങളൊക്കെ പ്രായം പോലും മറന്ന് ഭജൻ പഠിക്കാൻ വന്നതാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ബുക്കും പേനയും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ മാഷ്. പൂക്കോട്ടമ്മയാണ് ആ അമ്പലത്തിനകത്ത്. അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഞങ്ങളിത് തുടങ്ങുന്നത്. Thank you for watching. Thank you.